Silent Learning Akhilamissana. So yes, നമ്മുടെ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് നമ്മുടെ കെമിസ്ട്രിയിലെ ഏറ്റവും അല്ലെ ബേസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആയിരുന്നു ആറ്റംസ് ആൻഡ് മോളിക്യൂൾസും സ്ട്രക്ചർ ഓഫ് ദ ആറ്റവും. അപ്പൊ സ്ട്രക്ചർ ഓഫ് ദ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പിക്ചർ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇത് എന്തിനെ പറ്റി ആയിരിക്കും എന്നുള്ളത് അല്ലെ. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വിച്ച് എക്സ്പെരിമെന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഗിവൺ ഫിഗർ? ഇത് ഏത് എക്സ്പെരിമെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ലിസ്റ്റ് 3 observations of the experiment and state conclusions drawn from each observation and write the features of the nuclear model of an atom and finally what were the drawbacks of this model of atom. അപ്പൊ നമ്മൾ ചുരുക്കി പറയുവാണെങ്കിൽ ഈ ഒരു പിക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊരു ഇയറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ MCQസിലായിക്കോട്ടെ ഈ പറയുന്ന രീതിയിൽ ലോങ് ആൻസേഴ്സിലായിക്കോട്ടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം അല്ലെ. ആദ്യം തന്നെ എന്താണ് യെസ് ഈ ഒരു ഫിഗർ കാണുന്ന സമയത്ത് ഇത് ഏത് എക്സ്പെരിമെന്റ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഏത് എക്സ്പെരിമെന്റ് ആണത് നമുക്കറിയാം അല്ലെ. നമ്മുടെ റുത്തർഫോർഡ് ചെയ്തിട്ടുള്ള ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അതല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു ഇതിനെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ എക്സ്പെരിമെന്റിന്റെ പേര് നമുക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു നമ്മുടെ ഒബ്സർവേഷൻസ് എന്നുള്ളതാണ്. അപ്പൊ ദാ ഈ ഒരു പിക്ചറിന്റെ ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെ ആ ഒരു രീതിയിലുള്ള ഒരു പിക്ചർ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിലൂടെ എന്തൊക്കെയാണ് റുദർഫോർഡിന്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വേർഡ്സിൽ പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറേ ആൽഫ പാർട്ടിക്കിൾസ് അല്ലെ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് സ്ട്രെയിറ്റ് വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. പക്ഷെ കുറച്ച് ആളുകൾ മാത്രം എന്ത് കാണിച്ചു സ്മോൾ ഡിഫ്ലക്ഷൻ കാണിച്ചു. ആൻഡ് വളരെ റെയർ ആയിട്ടുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അത്രയ്ക്ക് എന്താണ് ആ കുറച്ച് ആളുകൾ മാത്രം എന്ത് കാണിച്ചിട്ടുണ്ട് ലാർജ് ഡിഫ്ലക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ കുറഞ്ഞ ആളുകൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് യെസ് ദേ ബൗൺസ്ഡ് ബാക്ക് അല്ലെ തിരിച്ചു പോയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഒരു ഗോൾഡ് ഫോയിൽ യൂസ് ചെയ്തു. ആ ഗോൾഡ് ഫോയിലൂടെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് ആണല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാത്തിന് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഒബ്സർവേഷൻ കൃത്യമായിട്ട് ആ ഒരു 3 ഒബ്സർവേഷൻസ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എഴുതി കൊടുക്കണം അല്ലെ. എന്തൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദ ഫാസ്റ്റ് മൂവിംഗ് ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് സ്ട്രെയിറ്റ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബൈ ദ ഫോയിൽ ബൈ സ്മോൾ ആംഗിൾസ് അല്ലെ. അതാണ് നമ്മൾ ലാർജ് ഡിഫ്ലക്ഷനും സ്മോൾ ഡിഫ്ലക്ഷനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി എന്താണ് 1 out of every 12,000 അതായത് അത്രയ്ക്ക് കുറച്ച് ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പിയർ ടു ബി റീബൗണ്ട് അല്ലെ. അതായത് അങ്ങോട്ട് പോയതുപോലെ തന്നെ നേരെ തിരിച്ചു വരാം. നമ്മളൊരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോള് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിൽ അല്ലെ. അങ്ങോട്ട് തട്ടി അപ്പൊ തന്നെ എന്ത് ചെയ്തു തിരിച്ചു വന്നു. അപ്പൊ ഈ ഓരോ ഒബ്സർവേഷനും നമ്മൾ എന്ത് പറയണം അതിന്റെ അകത്തുനിന്ന് നമ്മുടെ റുദർഫോർഡ് എത്തിച്ചേർന്നിട്ടുള്ള കൺക്ലൂഷൻസ് ഉണ്ട് അല്ലെ. അതാണ് ഒരു ന്യൂക്ലിയർ മോഡൽ എന്ന് പറയുന്ന ഒരു ആറ്റത്തിലേക്കൊക്കെ റുദർഫോർഡിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോന്നിനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു മെജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടുണ്ട് വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റർബൻസും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരെ ബ്ലോക്ക് ചെയ്യാൻ അവിടെ ആരും ഇല്ല എന്നാണ് അതിന്റെ ഒരു മീനിങ്. സോ നമുക്ക് പറയാൻ പറ്റും എന്താണ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഈസ് എംപ്റ്റി അല്ലെ. ആറ്റത്തിന്റെ ആ ഉള്ളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഭൂരിഭാഗവും എന്താണ് മേജർ സ്പേസും എന്താണ് എംപ്റ്റി ആണ്. അവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈസി ആയിട്ട് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തത് പോയത്. കാരണം ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിലുള്ള ഡിഫ്ലക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തിങ്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ മെജോറിറ്റി പാസ് ചെയ്തു വിച്ച് മീൻസ് എന്താണ് അവിടെ എംപ്റ്റി ആണ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരും അല്ലെ. ആൻഡ് യെസ് വെരി ഫ്യൂ പാർട്ടിക്കിൾസ് were deflected from their path indicating that the positive charge of the atom occupies very little space. അപ്പൊ
കുറച്ച് ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ പറയുന്ന രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെ, അവരുടെ പാത്തിൽ നിന്ന് അവരെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ. ആ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് occupies വെരി ലിറ്റിൽ സ്പേസ് അല്ലെ, വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, occupy ചെയ്തിരിക്കുന്നത്. ആൻഡ് യെസ്, എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് were deflected by 180 ഡിഗ്രി അല്ലെ. 180 ഡിഗ്രിയിൽ, അതായത് അങ്ങനെ പോയതുപോലെ തന്നെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട്, പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് all the positive charge and mass of the gold atom were concentrated in a very small volume within the atom. അപ്പൊ വളരെ കുറച്ച് ആളുകൾ ഡീവിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി എപ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഈ പിക്ചറിലേക്ക് നമ്മൾ നോക്കണം അല്ലെ. ദാ സെന്ററിൽ ഇതാ ഒരു പോസിറ്റീവ് ചാർജ്, ഇതൊക്കെ ഇമാജിനേഷൻ ആയിരുന്നു അല്ലെ, ഇമാജിനേഷൻ അല്ല, കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിനടുത്തൂടെ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡീവിയേഷൻ സംഭവിച്ചത്. ബിക്കോസ് പോസിറ്റീവും പോസിറ്റീവും ആണ്. നേരെ ഇവിടെ പോയി വരുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റീബൗണ്ട് ചെയ്യുന്നത് അല്ലെ. വിച്ച് മീൻസ് എന്താണ്, ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്. യെസ്, നമ്മുടെ ഇതിപ്പോ ഗോൾഡ് ഫോയിലിന്റെ ആറ്റം ആണ്. ഇതിന്റെ സെന്ററിൽ വളരെ കുറഞ്ഞൊരു സ്പേസിൽ മാത്രമാണ് എന്തുള്ളതടാ, പോസിറ്റീവ് ചാർജ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ഫോയിലിന്റെ ഈ പറയുന്ന രീതിയിലുള്ള ആ മാസൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വളരെ കുറഞ്ഞ വോളിയം അല്ലെ, വളരെ കുറഞ്ഞൊരു സ്പേസിൽ മാത്രമാണ്. അപ്പൊ അതിനെ നമ്മുടെ റുദർഫോർഡിന് പേരൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്. ആ ഒബ്സർവേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് അതിനകത്ത് നിന്നാണ് ഏത് പോയിന്റിലേക്ക് എത്തുന്നത്, നമ്മൾ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം അല്ലെ, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അതും ഈ പറഞ്ഞ രീതിയിൽ ഇതിനകത്ത് നിന്ന് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഇൻഫറൻസിൽ നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ റുദർഫോർഡ് പറഞ്ഞിരിക്കുന്നത്. യെസ്, there is a positively charged center in an atom called what, നമ്മുടെ ന്യൂക്ലിയസ് അല്ലെ. നിയർലി ഓൾ ദ മാസ് ഓഫ് ആൻ ആറ്റം resides in the nucleus. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്, നമ്മുടെ റുദർഫോർഡിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സോ ആറ്റത്തിന്റെ അകത്ത് വളരെ ചെറിയൊരു സ്പേസിലാണ് പോസിറ്റീവ് ചാർജും മാസും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് വിളിച്ചിരിക്കുന്നത്, സെന്റർ ഓഫ് ദ ആറ്റം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ദ ന്യൂക്ലിയസ്. ഓക്കെ, ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്സ്. ഇപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ന്യൂക്ലിയസ്, ഇപ്പൊ ഈ പറയുന്ന ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണെങ്കിൽ, പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ അതിന് ചുറ്റും ഒരു വെൽ ഡിഫൈൻഡ് ഓർബിറ്റില് നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റുദർഫോർഡിന്റെ ഒരു ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. The size of the nucleus is very small as compared to the size of the atom. ആറ്റം തന്നെ സ്മോൾ ആണെന്ന് നമുക്കറിയാം. ആ ആറ്റത്തിന്റെ സൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്മോൾ. ഇപ്പൊ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് അല്ലെ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെന്ററിൽ ഫുട്ബോൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ആ ഒരു വ്യത്യാസം. അതേപോലെയാണ് ആറ്റവും ന്യൂക്ലിയസും. അത്രയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ന്യൂക്ലിയർ മോഡലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആൻഡ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോബാക്സ് ആയിരുന്നു. എന്തായിരുന്നു ആ പോരായ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്തായിരുന്നു, ആ റുദർഫോർഡിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ ഒരു ന്യൂക്ലിയർ മോഡലിലൂടെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റുദർഫോർഡ് പറഞ്ഞു വെച്ച പ്രകാരം ഈ ഒരു രീതിയിലാണ് അല്ലെ, സോളാർ മോഡലിനൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് ഈ ഒരു മോഡലിനെ. അതായത് സെൻട്രൽ ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. സോ ദർ വിൽ ബി അട്രാക്ഷൻ അല്ലെ, എന്തായാലും ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരാളിങ്ങനെ റിവോൾവ് ചെയ്യുക, നമ്മളൊക്കെ ഇങ്ങനെ ഒരു പോയിന്റിന് ചുറ്റും റിവോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആവുന്ന സമയത്ത് നമ്മുടെ എനർജിയൊക്കെ ലോസ് ആയിട്ട് നമ്മൾ വീണ്ടും പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. സെയിം ലോജിക്ക് നമ്മൾ ഇവിടെയും കൊണ്ടുവരുവാണ്. അപ്പൊ നമ്മൾ
മനസ്സിലാക്കുക, the orbital revolution of the electron is not expected to be stable. അതാണ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് അല്ലെ. Any particle in a circular orbit would undergo acceleration. During acceleration, charged particles would radiate energy. അതായത് അവിടെ എനർജി ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഈ അപ്പൊ എനർജി ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? The revolving electron would lose energy and finally fall into the nucleus. അതായത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എസ്പെഷ്യലി ഓപ്പോസിറ്റ് ചാർജ് ആണ്. നിങ്ങൾ ആലോചിക്കുക, ചാർജ് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനർജി ലോസ് സംഭവിക്കുന്നു ആൻഡ് ഫൈനലി അത് എന്ത് ചെയ്യണം? യെസ്, അത് വീണ് പോവണം നമ്മുടെ ന്യൂക്ലിയസിലേക്ക് അല്ലെ. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഓഫ്കോഴ്സ് അങ്ങനെയൊന്നും എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നേ ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ആൻഡ് വി നോ ദാറ്റ് ദിസ് ഈസ് നോട്ട് ഹാപ്പനിങ്, വിച്ച് മീൻസ് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ആറ്റം സ്റ്റേബിൾ ആണ്. അപ്പൊ റുദർഫോർഡിന്റെ മോഡൽ പ്രകാരം ആക്ച്വലി ആറ്റം എന്തല്ല, സ്റ്റേബിൾ അല്ല. ഒറിജിനലി നമ്മൾ നോക്കുമ്പോൾ ആറ്റം സ്റ്റേബിൾ ആണ്. സോ ആ ഒരു സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എക്സാക്ട്ലി എന്ന് പറയാൻ നമ്മുടെ ആർക്ക് പറ്റിയില്ല? റുദർഫോർഡിന് പറ്റിയില്ല. അതാണ് റുദർഫോർഡിന്റെ മോഡലിന്റെ, ആറ്റം മോഡലിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. റുദർഫോർഡിന് ആ ഒരു സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റുദർഫോർഡിന്റെ ഈ ഒരു ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റും അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇതിനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാണ്. ഇപ്പൊ നമ്മൾ റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റും ന്യൂക്ലിയർ മോഡലും ഒക്കെയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? നമ്മുടെ ആദ്യത്തെ ആറ്റം മോഡൽ, അതായത് ഒരു ആറ്റം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു സയന്റിസ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ പേര്, അതുപോലെ ആ ഒരു ആറ്റം മോഡൽ അറിയപ്പെടുന്ന ഡിഫറെന്റ് നെയിംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ടുള്ള ആൾ ആരാണ്? സയന്റിസ്റ്റ് ഏതാണ്? ആ മോഡൽ ഏതാണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് നമ്മുടെ നിഞ്ച ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓഫറും ഉണ്ട്. സോ ആ ഒരു ഓഫറോട് കൂടിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, കോൺടാക്ട് ചെയ്തേക്കുക. അപ്പൊ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.